ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗായ്സ്, ഇന്ന് തിരുവോണമാണ്. അപ്പോൾ തിരുവോണത്തിൻ്റെ അന്ന് മമ്മയും ജിസ്മോനും കൂടെ രാവിലെ തന്നെ പൂക്കൾ വാങ്ങാൻ പോവാണ്. ഞങ്ങൾ തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ ഇങ്ങനെ പോകാറുണ്ട് പൂക്കളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്, ഞാനും മമ്മയും കൂടെ. പക്ഷേ ഇപ്രാവശ്യം ജിസ്മോനെയാണ് കൊണ്ടുപോയത്. ഞാൻ നല്ല ഉറക്കാണ്. പിന്നെ ജിസ്മോൻ ഇങ്ങനെ പുറത്ത് ടൗണൊക്കെ കാണണം എന്നൊക്കെ പറഞ്ഞ് അപ്പം അങ്ങനെ കൊണ്ടുപോയതാണ്. അപ്പോൾ ഒരു ടൗണിലേക്കാണ് പോയത്. പാറമേക്കാവ് ആ അമ്പലത്തിൻ്റെ അടുത്ത് കുറേ പൂക്കണ കടകളുണ്ട് ഇപ്പോൾ. കാരണം നമ്മുടെ ഓണായ കാരണം ഇപ്പോൾ കുറേ പൂക്കളുടെ കടകളുണ്ട്. അപ്പോൾ അവിടേക്കാണ് പോയത്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു കിറ്റ് പോലെയൊക്കെ കിട്ടും, അത്യാവശ്യം പൂക്കളും ഉണ്ടാവും. അപ്പം അവിടേക്കാണ് മമ്മിയും ജിസ്മാനും കൂടെ. അപ്പോൾ കടകളൊക്കെ തുറന്ന് വരുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്താ പറയുക, നമ്മുടെ പൂക്കൾക്കൊക്കെ വിലകൾ ഈ സമയത്ത് കുറയുമെന്നാണ് പറയുന്നത്. പക്ഷേ ഗൈസ്, ഒരു കുറവില്ല, നല്ല കൂടുതലാണ് ഗൈസ് പൂക്കൾക്കൊക്കെ. കാരണം ഓണായതുകൊണ്ടായിരിക്കാം, ആൾക്കാരൊക്കെ വാങ്ങിക്കാൻ വരില്ലോ. അപ്പോൾ നമ്മൾ കൂട്ടിയിടണമല്ലോ, അങ്ങനെയാണല്ലോ. അപ്പോൾ അത് കാരണം പൂക്കൾക്കൊക്കെ നല്ല വിലയായിരുന്നു. അങ്ങനെ മമ്മിയും ജിസ്മാനൊക്കെ കൂടെ പൂക്കളൊക്കെ വാങ്ങിച്ചു. പിന്നെ ഗൈസ്, നമ്മുടെ പാറമേക്കാവ് അമ്പലത്തിൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് കാണാം, നല്ല രസമായിരുന്നു കേട്ടോ. അതൊക്കെ മമ്മ വീഡിയോ എടുത്തിട്ടുണ്ട്. മമ്മ എല്ലാ കാര്യങ്ങളും വീഡിയോ എടുത്തിട്ടാണ് വന്നത്. അപ്പോൾ ഗൈസ്, എനിക്ക് ഇങ്ങനെ പൂ വാങ്ങിക്കാനും ഇങ്ങനെ പൂക്കളൊക്കെ കാണാൻ പോകാനും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഗൈസ്, എന്താ ചെയ്യാം, മമ്മ എന്നെ പറ്റിച്ചു. മമ്മ എന്നെ കൊണ്ടുപോയില്ല ഗൈസ്, ജിസ്മോനെയാണ് കൊണ്ടുപോയത്, എന്നെ പറ്റിച്ചു. മമ്മ അങ്ങനെ തന്നെ കൊണ്ടുപോയില്ല. പിന്നെ ഇവിടെ മുല്ലപ്പൂക്കെ ഉണ്ടായിരുന്നു. മുല്ലപ്പൂ എന്ന് വെച്ചാൽ മമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് തലയിൽ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മമ്മ ഒരു മുഴ വാങ്ങിച്ചു. ഒരു മുഴത്തിന് 30 രൂപയായിരുന്നു. ആ ഒരു മുഴ വാങ്ങിച്ചു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ തലയിൽ വെക്കാൻ കുറച്ച്. പിന്നെ ഇവർ പൂക്കളൊക്കെ വാങ്ങിച്ച് അങ്ങനെ വീട്ടിൽ പോയി. വീട്ടിലാണെങ്കിൽ എന്താ പറയുക, മറ്റേ ഇതൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഡിസൈനൊക്കെ നോക്കി നല്ലപോലെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ചെന്ന പൂവൊക്കെ വെട്ടി വേണം ഇടാൻ. അങ്ങനെ വെട്ടലും പരിപാടികളൊക്കെയാണ്. എല്ലാവരും പുറത്ത് നിന്നിട്ട് എല്ലാവരും കൂടെ കൂടുകൂട്ടാ ഇങ്ങനെ തിരുവോണത്തിൻ്റെ അന്ന് പൂക്കളൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഗൈസ്, ഒരാളുണ്ടായിരുന്നില്ലേ, അതാണ് ഞാൻ ഉണ്ടായിരുന്നില്ല ഗൈസ്. ഞാൻ നല്ല ഉറക്കമായിരുന്നു. കാരണം എനിക്ക് വയ്യായിരുന്നു. ഒന്നാമത്തെ കാര്യം, എനിക്ക് വയറുവേദനയായിരുന്നു. കാരണം ഞാൻ കിടന്നുറങ്ങി. പിന്നെ മമ്മിയും വിചാരിച്ചു വെറുതെ എണീപ്പിക്കണ്ടാന്ന്. കാരണം എക്സാമിൻ്റെ ടൈമിലൊക്കെ ഞാൻ കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് പഠിക്കണമെങ്കിൽ ഇതിൻ്റെ രാവിലെയൊക്കെ എണീറ്റിട്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തീർന്നോട്ടെ എന്ന് വിചാരിച്ച് മമ്മി എന്നെ വിളിച്ചില്ല. അപ്പോൾ പിന്നെ ഞാൻ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. പിന്നെ നന്നായിട്ട് പൂക്കളിടാൻ അറിയാവുന്നവരൊക്കെയാണ് ഇവർ. അപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ പൂക്കൾ ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ കുഞ്ഞാറ്റൊക്കെ സഹായിക്കാൻ വന്നിരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഇരിക്കാറുണ്ട്, ഞാൻ നേരത്തെ എണീക്കാറുണ്ട് ഞാൻ തിരുവോണത്തിനൊന്നും. പക്ഷേ ഇപ്രാവശ്യം പറ്റിയില്ല കഴിച്ച്. എനിക്ക് രാവിലെ തന്നെ എണീറ്റ് പൂക്കൾ ഇടാൻ വേണ്ടിയിട്ട് ഇരിക്കുക. ആൻറ്റി ഇവിടെ പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അത് ഞാൻ കാണിച്ചു തന്നെ നോക്ക് ഗൈസ്. ഏറ്റവും വലിയ പൂക്കളാണ് ഇടാണ്. പൂക്കൾ വെട്ടിയിട്ട് ഇനി കുറച്ചും കൂടി പൂക്കൾ വെട്ടിയിടണം. അതിൻ്റെ പണിയിലാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു കാർട്ടൂൺ പറഞ്ഞൊരു കുട്ടിയില്ല. അപ്പൊ ഇവരെ എന്നോ ഒരാള് കാലം ഇങ്ങനെ അപ്പൊ തന്നെ കടിക്കും. നല്ല വെയിലിതാ. ഈ സൈഡിൽ കൂടെ പോവാൻ പറ്റും, പക്ഷെ ഈ സൈഡിൽ കൂടെ പോവാൻ പറ്റില്ല. അവസ്ഥയിലാണ്. ചിലപ്പോഴൊക്കെ പോവാൻ പറ്റില്ല. അങ്ങനെ നമ്മളെ പൂക്കള് റെഡി ആവാറായി. പിന്നെ നമ്മുടെ കുക്കു ബേബിക്ക് എണീറ്റിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ അവിടെ ഇരുന്ന് കാത്തുവിന്റെ പാട്ട് കേൾക്കായിരുന്നു. അതാണ് നിങ്ങൾ നേരത്തെ കുഞ്ഞാറ്റ സംസാരിച്ചപ്പോൾ. നമ്മുടെ കുക്ക് ഇപ്പൊ നടന്നു തുടങ്ങിയിട്ട് നല്ല പോലെ അത്യാവശ്യം അടി വെക്കുന്നുണ്ട് നടന്നിട്ട്. ആദ്യമൊക്കെ നടക്കുമ്പോൾ ഒരു സ്റ്റെപ്പ് വെക്കുമ്പോഴത്തേക്ക് അവൻ വീഴുമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ അത്യാവശ്യം നടന്ന് നമ്മളിങ്ങനെ അടുത്തേക്കൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നടന്ന് നമ്മുടെ അടുത്തേക്ക് വരും. ആ സമയത്ത് നമ്മുടെ ലൂണ പുറത്തേക്ക് ഓടിപ്പോയി. അപ്പോൾ ലൂണനെ കാണുമ്പോൾ അങ്ങനെ പേടിയൊന്നുമില്ല കേട്ടോ. പിന്നെ കുക്കുവിനെ ഫസ്റ്റ് തന്നെ ലൂണ വന്നപ്പോൾ അവൻ്റെ അടുത്ത് വെച്ച് കൊടുത്തപ്പോൾ ഇവൻ ചെയ്തത് ഇങ്ങനെ തൊട്ട് നോക്കി, പിന്നെ ചിരിച്ചു. നല്ല ചിരിയായിരുന്നു കണ്ടപ്പോൾ. തൊട്ട് നോക്കി ചിരിച്ചു. പിന്നെ അടിക്ക് നോക്കിണ്ടായിരുന്നു, ചെവിയും പിടിച്ച് വലിക്കില്ല. അതൊക്കെയായിരുന്നു കുക്കുവിന്റെ പണി. അപ്പോൾ പിന്നെ അവൻ പാട്ട് കേൾക്കണം. നേരത്തെ ആണെങ്കിൽ ഒരു പൂച്ചയാണല്ലോ, അപ്പോൾ അവൻ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ലൂണൊക്കെ ആണെങ്കിൽ ഭയങ്കര കുറുമ്പാണ് കേട്ടോ. നമ്മൾ മാന്തും കടിക്കും, പക്ഷെ അങ്ങനെ വേദനിപ്പിക്കില്ല അത്ര അധികം. ഗൈസ്, ഞാനിപ്പോഴാണ് എണീറ്റത്. ഓണായിട്ട് ഇപ്പോഴാണ് എണീച്ച ഉറക്കത്തിൽ എണീറ്റ് വന്നത്. അപ്പൊ ഞാൻ നോക്കുമ്പോ ഇവരിവിടെ പൂക്കളിടുന്നു. ഓ മൈ ഗോഡ്, എന്താ ചെയ്യുക. ഓണായിട്ട് ഇപ്പൊ സമയം 9 ആയി. കാരണം ഇന്നലെ ഡാൻസ് ഒക്കെ പഠിച്ചു വന്ന് കുറെ നേരം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ക്ഷീണത്തിൽ ഞാൻ കിടന്നുറങ്ങിപ്പോയി. അപ്പൊ അതാണ് നേരത്തെ എനിക്കഞ്ഞത്. ഇവിടെ പൂക്കളിടായിരുന്നു. പൂക്കളിട്ട് വലിയ പൂക്കളിടാറുണ്ട് കേട്ടോ. ഇപ്രാവശ്യം ഞാൻ അറിഞ്ഞ കാരണം ചെറുതാക്കി. ഞാൻ ഉണ്ടെങ്കിൽ എല്ലാം പറ്റുള്ളൂ വെച്ചാൽ എന്താ ചെയ്യാ ഗൈസ്. ഇവിടെ പാട്ട് കേൾക്കണം ഒരാള്. അപ്പോ നമ്മുടെ ഓണാണിന്ന്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി വേണം.
പിന്നെ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് അമ്മച്ചി പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇലയടയില്ല, ഇലയടയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കഴിക്കുന്ന സമയത്താണ് ഒരാൾ എൻ്റെ അടുത്തുണ്ടായിരുന്നത്. അപ്പം അവന് ഞാൻ കൊടുത്തു. അവനാണെങ്കിൽ എന്ത് വേണേലും കഴിച്ചോളൂ കേട്ടോ. അവനെ പുതിയ അതിഥി വന്നിട്ടുണ്ട്, കാണിച്ചു തരാം. പേര് പറ. ഗൈസ്, നമ്മുടെ പൂച്ചക്കുട്ടിയാണ് കേട്ടോ. പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൂച്ചയുടെ പേര് ലൂണ എന്നാണ്. ഗൈസ് കണ്ടോ, മുല്ലപ്പൂ വെച്ചിട്ടുണ്ട്. കലിപ്പില്ല പെൺകുട്ടിയാണ്. കഴിക്കാൻ പറ്റില്ല അവൾക്ക്. അപ്പൊ നമ്മള് പൂക്കളെ വെച്ചു കൊടുത്തു, പൂ വെച്ചു കൊടുത്തു തലയില്. അങ്ങനെ ഗൈസ്, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ടാണ് ഫുഡ് കഴിക്കുക. ഇപ്പോൾ ഓണം വന്നാലും ക്രിസ്മസ് വന്നാലും ഒക്കെ ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ചിരുന്നിട്ടാണ് ഫുഡ് കഴിക്കുക. അപ്പോൾ എല്ലാവരും കൂടെ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ആ സമയത്ത് വെല്ലിച്ചൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെല്ലിച്ചനൊക്കെ വിളിച്ച് ഞങ്ങൾ സദ്യ കഴിക്കാനിരുന്നു. നല്ല ചോറും പിന്നെ അവിയലും പയറുപ്പേരിയും സാമ്പാറും പിന്നെ പപ്പടമൊക്കെ കൂട്ടാൻ കേട്ട ഒരു പിടി പിടിച്ചില്ലേ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ സദ്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി സദ്യയായിരുന്നു. ഞങ്ങൾ നല്ലപോലെ സദ്യ കഴിച്ചു. പിന്നെ പായസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതും ഒക്കെ കഴിച്ചു ഞങ്ങൾ. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് എല്ലാവരും ക്ഷീണമായിട്ട് പോയി കിടന്നു. പിന്നെ അമ്മ ചേച്ചി നല്ല സാരിയൊക്കെ ഇട്ട് നല്ല അടിപൊളി സുന്ദരിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, കാരണം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം മമ്മയും എല്ലാവരും കൂടെ ഇവിടെ അമ്പലത്തിലേക്ക് വന്നു. നമ്മുടെ ലൂണാനെയും ഒക്കെ കൊണ്ടുവന്ന് ആ അമ്പലത്തിൽ വന്നിട്ട് ഫോട്ടോഷൂട്ട് എടുക്കലായിരുന്നു അമ്മ ചേച്ചി. പിന്നെ ഞാൻ ഉണ്ടായിരുന്നില്ല, കാരണം ഞാൻ കിടപ്പായിരുന്നു കഴിച്ചു. എനിക്കും ഭയങ്കര ക്ഷീണം. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ക്ഷീണമാണ്. അപ്പം ഞാനും പോയി കിടന്നു. ഗായ്സ്, അപ്പൊ നമ്മളൊരു ഈവനിങ് ആയപ്പോ ഇറങ്ങിയതാട്ടോ പുറത്തേക്ക്. ഇവിടെ എന്തോ വടംവലിയൊക്കെ നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. നമുക്ക് വടംവലി കാണാം. ഗായ്സ്, വടംവലി. മാറി കണ്ടുണ്ടോ വടംവലി? വടംവലി കണ്ടുണ്ടോ? ഇതാണ് നമ്മൾ വാടകയുടെ നന്നാവും. ലൂസാക്കിട്ടാ കുറച്ചേരം കളിക്കാതൊക്കെ. കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് ക്ഷീണിച്ചു എല്ലാവരും. ഇന്നലെ അപ്പൊ നമ്മളിപ്പോ കണ്ടത് വടംവലിയാണ്. വടംവലി കണ്ടിട്ടുണ്ടോ മാള്? കുറച്ച് പേര് നിന്നിട്ട് അപ്പൊ രണ്ട് സൈഡിൽ കുറച്ച് പേര് നിന്നിട്ട് കളിക്കുന്നതാണ് വടംവലി. അപ്പൊ നാളെ നമ്മുടെ വടംവലി ഉണ്ടാവും. നാളെ ഒരു മെഗാ ഓണം പരിപാടിയാണ്. നാളെ കളറാക്കണം. അതെ. ഇപ്പൊ ഞങ്ങൾ ഇവിടെ തിരുവാതിര പ്രാക്ടീസ് ചെയ്യാനും ചെയ്യാൻ ആൾക്കാർ ഇപ്പോഴും വന്നിട്ടില്ല. ഞങ്ങള് 3 പേര് മാത്രം. ഒരാളും കൂടി ഉണ്ട്, പ്രിയ ഉണ്ട്. ഞങ്ങള് പഞ്ചവാദ്യ ഇനി വരാണ്ട് ഞാൻ പറയാം. ഹലോ ഗായ്സ്, നമ്മൾ തിരുവാതിര പ്രാക്ടീസ് ചെയ്ത് ചത്തിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം ചത്ത ആൾക്കാരെ. ചത്തു കൊത്തിരിക്കുകയാണ് ഗായ്സ്. അങ്ങനെ ഗൈസ്, ഞങ്ങൾ തിരുവാതിര പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞു. ഇനിയും ഉണ്ട് കുറച്ചും കൂടെ ഡാൻസ്, പക്ഷെ അത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നമ്മളൊരു മെഗാ ഓണാഘോഷമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ടാറ്റാ. എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാട്ടോ.